ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ തിരുവനന്തപുരം സർക്കാർ ലോ കോളേജിലെ രക്തസാക്ഷി സ്തൂപ വിവാദത്തിൽ എസ്എഫ്ഐക്കെതിരെ കോടതിയെ ലക്ഷ്യം ചൂണ്ടിക്കാട്ടി KSU ഹൈക്കോടതിയെ സമീപിക്കും. കോടതി വിധി ലംഘിച്ച് സ്തൂപം അനാവരണം ചെയ്തത് എസ്എഫ്ഐ കോടതി വിധി ലംഘിച്ചു എന്നാണ് ആരോപണം. എസ്എഫ്ഐ യൂണിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഹാജരാക്കാനാണ് തീരുമാനം. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇതിപ്പോൾ എസ്എഫ്ഐ KSU തർക്കം കോടതിയിലേക്ക് നീങ്ങുകയാണ്. കോടതിയിൽ എന്ത് തെളിവുകളുമായിട്ടാണ് കേസ് നീങ്ങാനിരിക്കുന്നത്? സ്മൃതി, രക്തസാക്ഷി സ്തൂപത്തെ ചൊല്ലിയുള്ള തർക്കം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം വലിയ സംഘർഷം ഈ സ്തൂപത്തെ ചൊല്ലി ഉണ്ടാവുകയും ഹൈക്കോടതിയിൽ നിന്ന് KSU അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്യുന്നു. ആ ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഈ സ്തൂപം നിർമ്മാണം അത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിക്കുന്നതാണ് എന്നും അതുകൊണ്ട് തന്നെ അത് തടയണം, അതിന്റെ ഉദ്ഘാടനം തടയണമെന്നും ആയിരുന്നു. കളക്ടർക്കും പോലീസ് അധികാരികൾക്കും ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി SFI യൂണിറ്റ് ഇത്തരത്തിൽ ഈ രക്തസാക്ഷി സ്തൂപം അനാവരണം ചെയ്തു എന്ന് കാണിച്ച് അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് ഹാൻഡിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഇട്ടത് കോടതി വിധി വന്നതിന് ശേഷമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും കോടതി അലക്ഷ്യ ഹർജി നൽകാൻ KSU യൂണിറ്റ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം കോടതിയിൽ ഹാജരാക്കും. കോടതി വിധി മാനിക്കാതെ കോടതി അലക്ഷ്യ നടപടി SFI യൂണിറ്റിന്റെ ഭാഗത്ത് ഉണ്ടായി എന്നും അതിൽ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ അക്ഷയ് കൃഷ്ണൻ റിട്ട് ഹർജിയിൽ ഇത്തരത്തിൽ കോടതി ലക്ഷ്യം കൂടി ഫയൽ ചെയ്യുക. അതേസമയം തന്നെ ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി തന്നെ ഈ രക്തസാക്ഷി ദിനാചരണം ക്യാമ്പസിനുള്ളിൽ വെച്ച് നടക്കുന്നുണ്ട്. നേരത്തെ കോടതി വിധി വന്നതിനാൽ തന്നെ ഈ രക്തസാക്ഷി സ്തൂപത്തിന് സമീപത്ത് വെച്ചല്ല രക്തസാക്ഷി ദിനാചരണം നടത്തുന്നത്. പകരം ഒരു താൽക്കാലിക സ്തൂപം കൊണ്ടുവച്ച് അവിടെ പുഷ്പാർച്ചനയും അതിനോടൊപ്പം തന്നെ അനുസ്മരണ ചടങ്ങ് നടത്താനാണ് തീരുമാനം. ശരി, ഗോപാൽ ശിലാസനാണ് വിവരങ്ങൾ നൽകിയത്.